ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ദൈവവചന ശുശ്രൂഷയിലേക്ക് ഏവർക്കും സ്വാഗതം. എബ്രായ ലേഖനം 4-ാം അധ്യായം 9-ാമത്തെ വാക്യത്തിൽ, ആകയാൽ ദൈവത്തിൻ്റെ ജനത്തിന് ഒരു ശബത്ത് അനുഭവം ശേഷിച്ചിരിക്കുന്നു. ശബത്ത് എന്ന പദം ഇസ്രായേൽ മക്കൾക്കെല്ലാം വളരെ പരിചയമുള്ള ഒരു പദമാണ്. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം 8 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ ദൈവം അവർക്ക് കൊടുത്ത കൽപ്പനയാണ് ശബത്ത് ആചരിക്കുക എന്നുള്ളത്. ശബത്ത് നാളിനെ ശുദ്ധീകരിപ്പാൻ ഓർക്കുക, 6 ദിവസം അധ്വാനിച്ച് നിൻ്റെ വേലയൊക്കെയും ചെയ്യുക. 7-ാം ദിവസം നിൻ്റെ ദൈവമായ യഹോവയുടെ ശബത്താകുന്നു. അതിൻ്റെ വ്യവസ്ഥകളാണ് പറഞ്ഞിരിക്കുന്നത്. അന്ന് നീയും നിൻ്റെ പുത്രനും പുത്രിയും നിൻ്റെ വേലക്കാരനും വേലക്കാരത്തിയും നിൻ്റെ കന്നുകാലികളും നിൻ്റെ പടിവാതിൽക്കൽ ഉള്ള പരദേശിയും ഒരു വേലയും ചെയ്യരുത്. 6 ദിവസം കൊണ്ട് യഹോവ ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ളതെല്ലാം ഉണ്ടാക്കി. 7-ാം ദിവസം സ്വസ്ഥമായിരുന്നു. അതുകൊണ്ട് യഹോവ ശബത്ത് നാളിനെ അനുഗ്രഹിച്ച് ശുദ്ധീകരിച്ചിരിക്കുന്നു. ഇസ്രായേൽ മക്കൾ ഈ കൽപ്പന, ദൈവം കൊടുത്ത ഈ കൽപ്പന അനുസരിച്ചിരുന്നു. 6 ദിവസവും അവർ അധ്വാനിച്ചു. 7-ാമത്തെ ദിവസം അവരും അവർക്കുള്ള സകലതും സ്വസ്ഥമായിരുന്നു. ദാസനും ദാസിയും ആടുമാടുകളും എല്ലാം ശബത്ത് അനുഭവത്തിൽ അല്ലെങ്കിൽ വിശ്രമിക്കുന്ന അനുഭവത്തിൽ ആയിരുന്നു എന്ന് തിരുവെഴുത്ത് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. ഈ ശബത്തിനെ മുൻനിർത്തിക്കൊണ്ട് ദൈവജനത്തിനും ഇതുപോലെ ഒരു സ്വസ്ഥതയുടെ അനുഭവം, ശബത്തിൻ്റെ അനുഭവം ദൈവം ഒരുക്കിയിരിക്കുന്നു എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഇവിടെ ചെയ്യുന്നത്. ദൈവമക്കൾക്ക് യഥാർത്ഥത്തിൽ സ്വസ്ഥതയുടെ അനുഭവം ലഭിക്കുന്നത് കർത്താവ് വരുമ്പോൾ മാത്രമാണ്. അല്ലെങ്കിൽ എന്നാണോ ഈ ലോകത്തിലെ വാസം തീർത്തിട്ട് ഇഹലോക ജീവിതം അവസാനിപ്പിച്ചിട്ട് നാം ദൈവത്തിൻ്റെ സന്നിധിയിൽ ചെല്ലുന്നത്, അന്നായിരിക്കും നമുക്ക് ശബത്തിൻ്റെ അനുഭവം വാസ്തവത്തിൽ ലഭിക്കുക എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നു. ദൈവം തൻ്റെ പ്രവൃത്തിയിൽ നിന്ന് വിരമിച്ച് അല്ലെങ്കിൽ പ്രവൃത്തികൾ തികച്ചതിന് ശേഷം സ്വസ്ഥതയിൽ പ്രവേശിച്ച കാര്യം ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ നാമും ദൈവം നമുക്ക് തന്നിരിക്കുന്ന പ്രവൃത്തികൾ തികച്ചതിന് ശേഷം ഇഹലോകവാസം വെടിയുന്ന ഒരു ദിവസമുണ്ട്. അന്നാണ് നാമും ആ സ്വസ്ഥതയിലേക്ക് പ്രവേശിക്കുന്നത് എന്ന് വളരെ വ്യക്തമാണ്. എന്നാൽ ഇവിടെ ഒരു കാര്യം വളരെ ഓർത്തിരിക്കേണ്ടത് ആവശ്യമാണ്. എല്ലാവർക്കും ആ സ്വസ്ഥതയിൽ പ്രവേശിക്കുവാൻ കഴിയുകയില്ല. ഇസ്രായേൽ മക്കൾക്ക് അവർക്ക് ദൈവത്തിൻ്റെ സ്വസ്ഥതയുടെ സ്ഥലമായിരുന്ന, അല്ലെങ്കിൽ അവർക്ക് ദൈവം കൊടുത്തിരുന്ന വാഗ്ദത്ത ദേശമായ കനാനിൽ, സ്വസ്ഥതയെന്ന് ദൈവം വിശേഷിപ്പിച്ചിരിക്കുന്നത് അവരെ സംബന്ധിച്ച് കനാനായിരുന്നു. എന്നാൽ ആ കനാനിൽ അവരിൽ പലർക്കും അവരുടെ അവിശ്വാസ നിമിത്തം പ്രവേശിക്കുവാൻ കഴിയാതെ പോയതുപോലെ യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട എല്ലാ ദൈവമക്കൾക്കും ഇഹലോകവാസം അവരവസാനിപ്പിച്ചാൽ പോലും എല്ലാവർക്കും സ്വസ്ഥതയിൽ പ്രവേശിക്കുവാൻ കഴിയുകയില്ല എന്ന് ഇവിടെ മുന്നറിയിപ്പ് നൽകുകയാണ്. ആരായിരിക്കും ആ സ്വസ്ഥതയിൽ പ്രവേശിക്കുന്നത്, ആരായിരിക്കും ആ സ്വസ്ഥതയിൽ പ്രവേശിക്കാതിരിക്കുന്നത്? ഈ 2 കാര്യങ്ങൾ ചിന്തനീയമാണ്. സ്വസ്ഥതയിൽ പ്രവേശിക്കാതിരിക്കുന്നത് അവിശ്വാസികളാണ്. അതായത് കർത്താവിനെ അറിഞ്ഞതിന് ശേഷം ദൈവത്തിലുള്ള വിശ്വാസവും വാഗ്ദത്തങ്ങളിലുള്ള വിശ്വാസവും ദൈവവചനത്തിലുള്ള വിശ്വാസവും നഷ്ടപ്പെട്ട അവിശ്വാസികൾ ദൈവത്തിൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുകയില്ല. എബ്രായ ലേഖനം 4-ാം അധ്യായം 11-ാമത്തെ വചനം അതാണ് നമ്മെ ഓർപ്പിക്കുന്നത്. അതുകൊണ്ട് ആരും അനുസരണക്കേടിൻ്റെ സമദൃഷ്ടാന്തത്തിനൊത്തവണ്ണം വീഴാതിരിക്കേണ്ടതിന് നാം ആ സ്വസ്ഥതയിൽ പ്രവേശിക്കുവാൻ ഉത്സാഹിക്കുക. ഇസ്രായേൽ മക്കളുടെ ചരിത്രം ചൂണ്ടിക്കാണിച്ചിട്ട് അവരിൽ അധികം പേരും കനാനാകുന്ന സ്വസ്ഥതയിൽ പ്രവേശിച്ചില്ല എന്ന് ഓർപ്പിച്ചതിന് ശേഷം പുതിയ നിയമസഭയോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നത്, ആ സ്വസ്ഥതയിൽ പ്രവേശിക്കുവാൻ നിങ്ങൾ ഉത്സാഹിക്കുക എന്നുള്ളതാണ്. നമുക്ക് ദൈവത്തിലുള്ള ആശ്രയവും വിശ്വാസവും നഷ്ടപ്പെടുത്താതെ ജീവിക്കുകയും ഒരിക്കലും ഹൃദയം കൊണ്ട് പിന്മാറാതെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നാം ആയിരിക്കുകയും ചെയ്യുമ്പോൾ മാത്രമാണ് ആ സ്വസ്ഥതയിൽ എനിക്ക് പ്രവേശിക്കുവാൻ കഴിയുകയുള്ളൂ എന്ന് ഉറപ്പ് വരുത്തുവാൻ സാധിക്കും. അത് നമുക്ക് ദൈവം തന്നിരിക്കുന്നൊരു മുന്നറിയിപ്പാണ്. ഇഹലോകവാസം ഞാൻ വെടിഞ്ഞാൽ എനിക്ക് ദൈവത്തിൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുവാൻ കഴിയുമോ?
ദൈവം എനിക്കൊരു ശബത്തിൻ്റെ അനുഭവം ശേഷിപ്പിച്ചിട്ടുണ്ട്, എന്നാൽ ആ സ്വസ്ഥതയിൽ എനിക്ക് പ്രവേശിക്കുവാൻ കഴിയുമോ എന്ന് ഉള്ള ചിന്ത നമ്മെ ഈ ദിവസങ്ങളിൽ ഭരിക്കേണ്ടത് ആവശ്യമാണ്. ദൈവത്തിൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുവാൻ കഴിയാത്ത ഒരാൾ ഇഹലോകവാസം വിട്ടുകഴിഞ്ഞാൽ പ്രവേശിക്കുന്നത് നിത്യദണ്ഡന സ്ഥലത്തേക്കായിരിക്കും. അവിടെ സ്വസ്ഥതയില്ല. കണ്ണുനീരും ദുഃഖവും കരച്ചിലും മുറവിളിയും ഒക്കെയാണ് അവിടെയുള്ളത്. പിശാചിനും അവൻ്റെ ദൂതന്മാർക്കും വേണ്ടി ഒരുക്കിയിട്ടുള്ളതാണ് അവിടെ ഒരിക്കലും ഒരു സ്വസ്ഥതയുണ്ടാവില്ല. എന്നാൽ ക്രിസ്തുവിൽ ജീവിക്കുന്ന, ക്രിസ്തുവിൽ പ്രത്യാശ വെച്ച് ജീവിക്കുന്ന ഏവർക്കും ഒരു ശബത്തനുഭവം ദൈവം ശേഷിപ്പിച്ചിരിക്കുന്നു. ദൈവജനത്തിന് ഒരു ശബത്തനുഭവമുണ്ട്. ആ അനുഭവത്തിൽ പ്രവേശിക്കുവാൻ നാം എല്ലാവരും ഉത്സാഹിക്കണം. നമ്മുടെ വിശ്വാസം നാം കാത്തു സൂക്ഷിക്കണം. അതിവിശുദ്ധ വിശ്വാസത്തിനു വേണ്ടി പോരാടണം. വിശ്വാസം നഷ്ടപ്പെട്ടു പോകാതെ, ഹൃദയം കൊണ്ട് പിന്മാറിപ്പോകാതെ ദൈവത്തെ സ്നേഹിച്ച് മുന്നേറണം. അങ്ങനെയുള്ളവർക്കാണ് ഒരു ശബത്തനുഭവം ദൈവം ശേഷിപ്പിച്ചിരിക്കുന്നത്. അത് നമുക്ക് ലഭിക്കട്ടെ. കർത്താവെ, ഞങ്ങളെ കേൾപ്പിച്ച അവിടുത്തെ വചനത്തിനായി സ്തോത്രം. ഇഹലോകവാസത്തിന് ശേഷം സ്വസ്ഥതയുടെ ഒരു ശബത്തിൻ്റെ അനുഭവം ഞങ്ങൾക്ക് അവിടുന്ന് തരുന്നതോർത്ത് സ്തോത്രം ചെയ്യുന്നു. എല്ലാവരെയും അതിന് യോഗ്യരാക്കണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.